ആ ബേക്കറിയിൽ നിന്ന് ഇതിട്ടാണ് ഞാൻ വണ്ടി വെച്ചത്. അപ്പൊ ഞാൻ ഇത്രയും നടന്നപ്പോ ഈ ഭാഗത്ത് തന്നെയാണ് മോക്ക് കിട്ടിയത്. ഞാൻ ഈ ബേക്കറിയിലും വന്ന് ക്യാമറ നോക്കി. അപ്പൊ ആ ക്യാമറയിൽ എന്റെ മാലയില്ലാതാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഒന്നെങ്കിൽ ബസ്സിലായിരിക്കും, ബസ്സിലാരെങ്കിലും എടുത്താണോ പോയാണോ അറിയത്തില്ല. അപ്പൊ ആ ക്യാമറ ഇല്ലാഞ്ഞോണ്ട് ഒന്നെങ്കിൽ ബസ്സിൽ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഇവിടുന്ന് ഞാൻ ഇത്ര ഇട വന്നുള്ളൂ. അപ്പൊ ആ ഇടയ്ക്ക് നഷ്ടപ്പെട്ടു എന്നാണ് വിചാരിച്ചത്. എല്ലാവർക്കും ഒരു ഡൗട്ട് ഉള്ള കാര്യമാണ് ഈ ഇവിടെ CCTV ഇല്ല, കുഞ്ഞിനെ കണ്ടുപിടിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. CCTV ഉണ്ടായിരുന്നു, അന്ന് കറണ്ട് ഇല്ലായിരുന്നു. CCTV ഉണ്ട്, 4 TV ഉണ്ട്, പിന്നെ കറണ്ട് ഇല്ലായിരുന്നു. കറണ്ട് ഇല്ലാത്ത സമയത്ത് രാവിലെ മുതൽ വർക്കിംഗ് ആയതുകൊണ്ട് ഇൻവേർട്ടർ ഓഫായി. 6 മണിക്കാണ് കറണ്ട് വരുന്നത്. 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇൻവേർട്ടർ അങ്ങ് പോയി, ഓഫായി. സൂക്ഷം ദൈവമായത് കൊണ്ട് എന്തോ 4:30ക്കാണ് സംഭവം. 4:30 മുതൽ 6 വരെ 2 മണിക്കൂർ. കുട്ടിയെ കണ്ടുപിടിച്ച കുട്ടി ഇവിടെ എന്റെ കൂടെ തന്നെന്ന് പറഞ്ഞല്ലോ. അന്നേരം ഒരു കസ്റ്റമർ ഇവിടെ നിന്ന് 2 കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. ഈ കസ്റ്റമറിൽ ഒരാളിനെ കുട്ടിയുടെ അവിടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാ, ഒരാളാണ്, സീനിയർ. അന്നേരം ചൊവ്വാഴ്ച രാവിലെ ഈ കുട്ടി മാല കിട്ടിയ കുട്ടി ആ പിന്നെ സീനിയറിനോട് ചോദിച്ചു, ചേച്ചി അന്ന് ഞാൻ അവിടെ ഒരു മാല കൊണ്ട് കൊടുത്തല്ലോ, അതിന്റെ ആള് വന്നായിരുന്നു എന്ന് ചോദിച്ചു. അതായത് അവര് പോയി കഴിഞ്ഞ് കുറച്ചു നേരം കൂടെ ആ കസ്റ്റമർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ അന്നേരം അതിനിടയ്ക്ക് ആരെങ്കിലും വന്നോന്ന് അറിയാനായിട്ട് ആ കുട്ടി ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല അടി, നിന്നെ അന്വേഷിച്ച് ചാനലുകാരും പോലീസുകാരും എല്ലാം നടക്കുക, ആ സാധനം കിട്ടിയത് നിന്നെ ഒന്ന് കാണണമെന്നും പറഞ്ഞിട്ട് സാധനം ഉടമസ്ഥന് കയ്യിൽ കൊടുത്തു, നിന്നെ കാണണമെന്നും. അന്നേരം കുട്ടി ഉടനെ തന്നെ സീനിയറും കുട്ടിയും കൂടെ ചേർന്ന് അവരുടെ മേലെ HOD സാറിനോട് വിവരം പറയും. അവര് പിന്നെ ആ സ്ഥാപനത്തിന്റെ സീനിയർ അതിന്റെ അവര് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞ് കുട്ടിയെ ഐഡന്റിഫൈ ചെയ്തെന്ന് പറഞ്ഞ് ഉടനെ തന്നെ ഇപ്പൊ റോഡ് ഇവിടെ വന്ന് എന്നോട് പറഞ്ഞു, മാലയുടെ ഉടമസ്ഥ എന്നോട് പറഞ്ഞു കുട്ടിയെ കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് പോവുക, പിന്നെ ചേട്ടനോട് വരണമെന്നും പറഞ്ഞുകൊണ്ട് ഉടനെ തന്നെ ഞങ്ങളെല്ലാം കൂടെ അവരുടെ കുടുംബസഹിതവും ഞങ്ങൾ രണ്ടുപേരും എല്ലാവരും കൂടെ ഉടൻ തന്നെ അവിടെ പോയി